എനിക്ക് തോന്നുന്നു കടൽ തീരത്തായിരിക്കാം വാനം ചായാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ തീരം താരാട്ടും. ഞാൻ കാണുന്ന എല്ലാ വിഷ്വലിലും ഈ വാനം ആൾമോസ്റ്റ് ചാഞ്ഞു നിൽക്കുകയാണ്. ഈ ചാഞ്ഞു നിൽക്കുന്ന ഒരാളെ താരാട്ടുന്ന തീരം പോലെ തോന്നിയിട്ടുണ്ട്. പുതിയ ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സിന് എന്നെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഞാനാണ് ഈ പാട്ടുകൾ എഴുതിയെന്ന് പോലും പലർക്കും ഒരു ധാരണയില്ല. അനാർക്കലിയുടെ പേര് ഒരു ഹിന്ദി പേരായിരുന്നു, പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കഥ വേറൊരു കഥയായിരുന്നു. മോഹൻലാൽ സാറിനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. കാലത്തിനപ്പുറം സഞ്ചരിക്കണം, കാലം മൂളണം, താരം കാതോർക്കണം. ഏതൊരു പ്രണയത്തിനെയും മനോഹരമാക്കും. അതിലെ ചെറിയ വേദനകളാണ്. വേദനകളില്ലാത്ത പ്രണയത്തിന് പ്രണയം എന്ന് വിളിക്കാൻ പറ്റും. സച്ചി കണ്ട ആളല്ല. സച്ചി ശരിക്കും എക്സ്പോഷർ വളരെ കൂടുതലാണ്. വളരെയധികം മെമ്മറൈസ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കവിതകൾ അറിയാം. എനിക്ക് തോന്നുന്നു രാമായണത്തിന്റെ പകുതിയോളം ചൊല്ലും. തിമിരകാന്തി എന്ന് പറഞ്ഞാൽ ഈ തിമിരം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിൽ വരുന്ന തിമിരം. ഇപ്പൊ ഒരു മനുഷ്യനുണ്ടാവുന്നത് പ്രകാശമാണ്. ഇപ്പൊ ബുദ്ധിജീവി ആയിരുന്നല്ലേ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. രാജീവ് ഗോവിന്ദനാണ് നമുക്കിപ്പോൾ. ഹായ്. ഹായ്. അല്ല, എവിടെയായിരുന്നു? ഞാൻ ശരിക്കും വാനം ചായയൊക്കെ ശരിക്കും വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എവിടെയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ശരിക്കും ബോംബെയിലാണോ താമസിക്കുന്നത്? ഞാൻ ബോംബെയിലാണ്. ഞാൻ ആക്ച്വലി കുറച്ച് കാലം ഇവിടെ ഭയങ്കര സജീവമായിരുന്നു. ആദ്യത്തെ സിനിമ ഓർഡിനറി, അതിനുശേഷം അനാർക്കലി വരുന്നു. അപ്പൊ ആ ഒരു 5 വർഷം വളരെ സജീവമായിരുന്നു. പിന്നെ കാളിയൻ വരാനുണ്ട്. അതെ അതെ. അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ചോദിക്കുന്നതിന് മുമ്പ് ശരിക്കും കാളിയൻ എവിടെ എത്തിയെന്നാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. സത്യത്തിൽ കാളിയൻ എന്റെ വരവ് അറിയിക്കാൻ തുടങ്ങാൻ പോവാണ്. അതെ, കാളിയൻ വരുന്നുണ്ട്. അതെ, കാളിയന്റെ റീപ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പൂർത്തിയായി. ഇനി ഷൂട്ടിങ്ങിന്റെ ചില ഡേറ്റുകള്, കാസ്റ്റിങ്ങിന്റെ ബാക്കി കാര്യങ്ങള് ഇത്രയും ബാക്കിയുള്ളൂ. അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിന്റെ കമ്പോസിങ് കഴിഞ്ഞു. മേജർ പ്രീ പ്രൊഡക്ഷൻ, ലൊക്കേഷൻ ഹണ്ടിങ് അതെല്ലാം തീർത്തു വെച്ചിരിക്കുകയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും 8000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു ഓഡീഷൻ. അത് 5 സ്ഥലങ്ങളിൽ, എറണാകുളം, തിരുവനന്തപുരം, മദ്രാസ്, മധുരൈ, ബാംഗ്ലൂർ, ഇത്രയും 5 സ്ഥലങ്ങളിലൂടെ 8000-ഓളം പേരെ ഓഡീഷൻ ചെയ്ത് 500-ഓളം പേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും മുടിയും താടിയും വളർത്തി ആൾക്കാർ നടക്കുന്നുണ്ട്, ഫോൺ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നു എന്ന് തുടങ്ങാൻ പറ്റും എന്നുള്ള ഒരിതില്. ചില പ്രശ്നങ്ങൾ അത് അടുത്ത് തന്നെ സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. അത് സോൾവ് ആയേ പറ്റൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പടവും കൂടിയാണ്. കുറെ നാളായിട്ട് വാർത്തകളിലുണ്ട് ഈ കളിയൻ. പിന്നെ ഈ സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയോട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുക, അതിനു ചുറ്റും പറ്റുന്നൊരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാവുക, അത് നമ്മളെ ഡ്രൈവ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണ് എൻ്റെ ഓരോ സിനിമയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാളിയനും അങ്ങനെ ഡ്രൈവ് ചെയ്തപ്പെട്ട സിനിമയാണ്. പക്ഷെ ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളത് ഒരുപാട് മീഡിയ അറ്റൻഷൻ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയധികം നമ്മളെ സംബന്ധിച്ചോളം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ചർച്ചയായതും കൂടുതൽ എവൈറ്റ് ചെയ്യുന്ന ഒരു ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ എവൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം മാറ്റിവെച്ചു. ഇനിയും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇനിയും പുതിയ വേറെ ചില പദ്ധതികൾ കൂടി ഉണ്ട്. എന്താന്ന് പറയാം. അനാർക്കലിയിലെയും ഓർഡിനറിയിലെയൊക്കെ പാട്ടുകളെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് പിക്കറ്റ് 43-ലെ പാട്ടില്ലേ, മഞ്ഞോർമ്മകൾ ജലമൗനമായി, സൂപ്പർ പാട്ടാണ്. സൂപ്പർ. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് എന്ന് വെച്ചാൽ ആ സിനിമ തന്നെയാണ് ആ പാട്ട്. വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി നാള് എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ ചുറ്റും പാടി നടന്നിട്ടുണ്ട്. അത് രസമായിട്ട് ഹരിചരൺ പാടിയിട്ടുമുണ്ട്, അതേപോലെ രതീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ചിലതൊക്കെ അവർക്ക് മാത്രമേ അത് ഹിറ്റാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഓരോ വരികളും ഇല്ലേ, ആ വരികളിലെ ചില ഭാവങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഞാനൊക്കെ ആവർത്തിച്ചത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. അസാധ്യമായിട്ടുള്ളൊരു പാട്ട് മഞ്ഞോർമ്മകൾ. ആക്ച്വലി ആ പാട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്യൂൺ എന്ന് പറഞ്ഞിട്ടാണ് രതീഷ് വേഗ എന്നെ കാണാൻ വരുന്നത് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ സച്ചി ഞാനും കൂടി ഇരിക്കുന്ന സമയമാണ്. ഞാൻ ഈ അനാർക്കലിയുടെ എന്തോ ഡിസ്കഷന് വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം
വരുന്നത്. അപ്പോൾ മേജർ രവിയേട്ടനെ എനിക്കറിയായിരുന്നു. അപ്പോൾ രവിയേട്ടനെ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ വളരെ അറിയുന്ന ആൾക്കാരോട് മാത്രം പാട്ട് എഴുതാൻ തരുമോ, ചാൻസ് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ബാക്കി എന്നെ അറിയില്ല, എനിക്കറിയില്ല. പലരും ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള ബ്രാക്കറ്റിൽ മാറ്റി നിർത്തപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. പാട്ടെഴുത്ത് ഭയങ്കര പാഷനാണ് എനിക്ക്. ഭയങ്കര കവിതകളെ പോലെ തന്നെ സിനിമാ പാട്ടുകളോട് ഒരു ഭയങ്കര, അതായത് അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഞാൻ നോക്കുന്നത്. നമ്മളൊരു കവിതയിൽ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ പറയണം, പാടണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. പാട്ട് ഈ സംഗീതത്തിൻ്റെ മേമ്പൊടിയോടുകൂടി ആ ധർമ്മങ്ങൾ ഒറ്റയടിക്ക് അനുവാചകരിലെത്തും. നമുക്കതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതി. പലപ്പോഴും ഈ ഈണങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈണങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ സംഗീതം ഭയങ്കരമായിട്ട് പൊലിക്കും. അത് സത്യമാണ്. എൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അതിനകത്തൊരു കാവ്യബിംബം കൊണ്ടുവരാനോ എൻ്റെ ചേതനയെ ഉണർത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. കഥാപാത്രങ്ങൾ നമ്മളെ മുന്നിലുണ്ടാവും. എന്നെ ആത്യന്തികമായിട്ട് സഹായിച്ചിട്ടുള്ളത് സംഗീതം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ മഞ്ഞോർമ്മകൾ അങ്ങനെ വന്നു. അപ്പോൾ പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ട ട്യൂൺ. അപ്പോൾ ഈ രതീഷ് ഭയങ്കര ഒരു പെടച്ചില്ലായിരുന്നു. രാജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നന്നാവണം, ചേട്ടൻ എഴുതുമ്പോൾ നന്നാവണം, സമയമെടുത്ത് എഴുതണം. അപ്പോൾ സച്ചിയാണ് എഴുതുന്നത്. അവന് സമയമെടുത്ത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വായിക്കാൻ പറ്റില്ല. സമയമെടുത്ത് എഴുതല്ല, അയാളുടെ രീതിക്ക് വിടുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫ്ലാറ്റിലിരുന്ന് എഴുതിയ പാട്ടുണ്ട്. അതിനുശേഷം പൃഥ്വിരാജ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, മേജർ സാറിൻ്റെ അതുവരെ കണ്ടിട്ടുള്ള പടമായിരുന്നില്ല അത്. എനിക്ക് ആ മനുഷ്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ആ മനുഷ്യൻ ആ വ്യക്തിയോട് കുറച്ചൊരു അടുപ്പം തോന്നിയത് ഈ പിക്കറ്റ് 43 കണ്ടതിന് ശേഷമാണ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പിക്കറ്റ് 43ക്ക് ശേഷമുള്ള മേജർ റിവ്യൂ വേറെ മേജർ റിവ്യൂ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തമാശക്ക്. പറഞ്ഞില്ല, ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. എടാ, അപ്പുറത്തും ഇപ്പുറത്തും പട്ടാളക്കാരല്ലേ, അവരെല്ലാം മനുഷ്യരല്ലേ എന്നുള്ളത് അതെനിക്കറിയാവുന്നതല്ലേ. അപ്പം ഞാൻ പറയും, ആ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെന്നൊക്കെ പറയും. അപ്പം ചില അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് അതിനുള്ളത്. നല്ല പടമായിരുന്നു. അനാർക്കലിയിലേക്ക് വരുമ്പോൾ വിദ്യാസാഗർ, അതിന് മുമ്പ് ഓർഡിനറിയിലാണ് നിങ്ങൾ ഒരുമിക്കുന്നത്. എന്തിനീ മീഡിയ രണ്ടും പിടയാതെ പിടയുന്നു. അത് ഈ ഞാൻ പറയില്ല, ആവർത്തിച്ച് കേൾക്കുന്ന രസമുള്ള പാട്ടുകളിലെ ഒരെണ്ണമാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ എനിക്ക് കൂടുതൽ കേൾക്കാൻ അതിൻ്റെ സൗണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൽ തന്നെ വാനം ചായയിൽ തന്നെ ശ്രദ്ധിക്കാത്ത ചില ഇൻസ്ട്രുമെൻറ്റ്സ് രസമായിട്ട് കിടപ്പുണ്ട്. അത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ പാട്ട് കേൾക്കും. പക്ഷെ ഞാൻ അധികം ആൾക്കാരോടൊന്നും പറയാറില്ല, ഇങ്ങനൊരു സാധനത്തിനകത്ത് കിടപ്പില്ലേ എന്ന് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മളധികം പറയില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളത് ആസ്വദിക്കില്ലേ. അതേപോലെ ഈ വാനം ചായും തീരം താരാട്ടും, എനിക്ക് തോന്നുന്നു അത് ഹരിശങ്കർ പാടി കഴിഞ്ഞതിന് ശേഷം കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും ഫീല് തോന്നിയത്. നമ്മളൊരു കുറച്ച് വരികൾ എഴുതി, പക്ഷെ അത് അസാധ്യമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ അത് തന്നെ പൊന്നെ എന്ന് പറയുന്നത് എത്രയോ ടേക്ക് എടുത്തു എന്നാണ് ഹരിശങ്കർ പറഞ്ഞിരിക്കുന്നത്. സാറ് തന്നെ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടുമുണ്ട്. സാർ എല്ലാ പാട്ടിലും ഇടപെടുമ്പോൾ തന്നെ അത് പാടി കഴിഞ്ഞ് കേട്ടപ്പോൾ എന്താണ് ശരിക്കും ഉണ്ടായ ഫീൽ? സത്യം പറഞ്ഞാൽ ഈ വാനം ചായം എഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം അതായത് അദ്ദേഹം എനിക്ക് രാത്രി ട്യൂൺ തരുന്നു, 4 വരി. ആ ട്യൂൺ വരുന്നിട്ട് ഞാൻ ആ ട്യൂൺ കേട്ട് ഉറങ്ങുന്നു. ഒരു 4 മണിക്ക് എണീറ്റിരുന്നിട്ട് ആ 4 വരി ഞാൻ എഴുതുന്നു. അതിനുശേഷം സച്ചി അന്ന് ശബരിമലയ്ക്ക് നോമ്പെടുത്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ സച്ചി രാവിലെ എണീക്കും, കുളിക്കും, പിന്നെ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടി എന്നെയും വിളിക്കും. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ 4:30 തന്നെ എണീറ്റ് ഇത് എഴുതിയത് കാരണം ഞാൻ അവന് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന നടന്ന വഴിയിൽ ഞാനിങ്ങനെ വെറുതെ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു, ഇത് വളരെ, അവൻ പറഞ്ഞ വാചകമാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്കൊന്നും തോന്നില്ല, പക്ഷെ ഇത് അദ്ദേഹം പാടുന്നത് കേട്ടെന്ന് നോക്കാം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പാടിയത് ഇതാണ് അതിന്റെ ഫോർമേഷൻ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങനെ വിദ്യാജി അന്ന് 6:30 ഞങ്ങൾ എണീപ്പിച്ചു അയാളെ കൊണ്ട് പാടിയതിന് ശേഷം അദ്ദേഹം പാടുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു വൈബ്രൻസ് ഫീൽ ചെയ്ത് ഈ ചരണവും അനുപല്ലവിയും അപ്പം തന്നെ അദ്ദേഹം ട്യൂൺ ചെയ്തു. അപ്പം തന്നെ ഞാൻ എഴുതി. അത് ജസ്റ്റ് അക്രോസ് ആയിട്ട് എഴുതിയത്. അങ്ങനെ ആ സോങ് തീരെ ഉണ്ടായത്. അതൊരിക്കലും ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുമല്ല. അതായത് ഇദ്ദേഹം പെട്ടെന്നാണ്, അതായത് 4 സിറ്റുവേഷൻ ആൾറെഡി വിദ്യാർത്ഥിയോടെ എല്ലാം ബ്രീഫ് ചെയ്തതിന് ശേഷം ഈ സിറ്റുവേഷൻ തലേദിവസം രാത്രി സച്ചി പെട്ടെന്ന് ഉണ്ടാക്കിയ സിറ്റുവേഷൻ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, കാരണം യാതൊരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് നിർമ്മമത എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വാക്കിനോട് അനുബന്ധിച്ച് അങ്ങനെ ഒരു പാട്ട് വേണം.
ആ. അപ്പൊ ഈ വിദ്യാസാഗറിന് ഇത് നിർമ്മമത എന്താണ്? ഒരു പിടിയും കിട്ടില്ല. അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു അടുത്ത് വന്ന് വെച്ചാൽ വാട്ട് ഈസ് ദിസ് നിർമ്മമത. ഞാൻ പറഞ്ഞു അതിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ല. ഞാനത് ചോദിച്ചു സച്ചിയുടെ അടുത്ത്. സച്ചി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആവശ്യമുണ്ട് നിനക്ക്, ഞാൻ പിന്നെ പറയാം, നീ ഇത് പാട്ടുണ്ടാക്കിയാൽ മതി, നീ ഇപ്പൊ ഒന്നും ചോദിക്കരുത്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങനെയാണ്. അത് ലാസ്റ്റില് പുള്ളി ഉറങ്ങാൻ ഞങ്ങളെല്ലാം റിട്ടയർ ചെയ്യും. ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ബാക്കി സാഹിബ കമ്പോസിങ് കഴിഞ്ഞു, എഴുത്ത് കഴിഞ്ഞു. അതിനുശേഷം റിട്ടയർമെന്റ്, അത് അന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതിന് അരമണിക്കൂർ മുന്നെയാണ് വാനം എന്നുള്ള ഈ മറ്റേ ട്യൂൺ ഉണ്ടായത്. അപ്പോൾ പല്ലവിയുടെ ട്യൂണേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി, രാവിലെ വന്നു, പാട്ട് അവസാനിച്ചു. അപ്പോഴും എനിക്കറിയില്ല ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ സിനിമയിൽ ആ പാട്ട് ഉണ്ടാവില്ലായിരുന്നു, അതായിരുന്നു അതിന്റെ വിധി. പക്ഷെ പാട്ട് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഇതായിരുന്നു. പക്ഷെ സച്ചി വെറുതെ ഒരു പാട്ടുണ്ടാക്കിയത് കൊണ്ട് പാട്ടിന് സിനിമയിൽ ഇടവില്ല. എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ ഈ പാട്ട് നഷ്ടപ്പെട്ടു പോകും, ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഹരിശങ്കർ പാടി കേട്ടപ്പോ പുള്ളി ഇദ്ദേഹം ഈ പൊന്നെ എന്നുള്ളതിന്റെ ഈ പിന്നെ പ്രോഗ്രഷൻസ് ഒക്കെ അദ്ദേഹം റെക്കോർഡിങ് സമയത്ത് മാറ്റിയതാണ്. അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു എൻഡിങ് ആയിരുന്നു അത്, നോട്ട്സ്. പിന്നെ അതിനൊരു ഭയങ്കര ഒരു ഭാഷ്യം, ഒരു ഇമോഷണൽ ട്വിസ്റ്റ് കൊണ്ടുവന്നത് പുള്ളി വിദ്യാജി അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 10-20 പ്രാവശ്യം കൂടുതൽ ടേക്കുണ്ടെന്നാണ് എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. അത്രയും സമയം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി പറയാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വാനം ചാഞ്ഞു നിൽക്കും, ഇപ്പൊ വാനം ചാഞ്ഞു നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു കടൽ തീരത്തായിരിക്കാം വാനം ചായാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ തീരം താരാട്ടും, അപ്പം കാലം മൂളും, താരം കാതോർക്കും. അപ്പം ഇത് ഇപ്പൊ ഒരുപാട് തരത്തിൽ നമ്മൾ ഈ ആകാശത്തെയും ഭൂമിയൊക്കെ ചേർത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉള്ളിൽ പുതുതായിട്ട് തന്നെ വരണം. ഇപ്പൊ താരാട്ടുന്നത് അങ്ങനെ ഒരു സങ്കല്പം ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഇതൊരു വിഷ്വലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, നമ്മൾ കാണുന്ന ദൃശ്യത്തിന്റെ ഒരു. കാരണം എനിക്ക് അതിനു മുന്നേ ഞങ്ങൾ ഈ അനാർക്കലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലക്ഷദ്വീപ് ഒരുപാട് ട്രാവൽ ഞാനും സച്ചിയും നടത്തിയിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനവും മനോരമയിൽ എഴുതിയിരുന്നു, ഞങ്ങളുടെ ഒരു. അപ്പൊ ഈ 2 സിനിമയ്ക്കും ഞാൻ ഈ ലൊക്കേഷനുകളിൽ പോയി യാത്ര ചെയ്ത് അതിലെ ചില ഇൻപുട്സുകളൊക്കെ എടുത്ത് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത്. സംഗീതത്തിൽ അപ്പം ഞാൻ കാണുന്ന എല്ലാ വിഷ്വലിലും ഈ വാനം ആൾമോസ്റ്റ് ചാഞ്ഞു നിൽക്കുകയാണ്. തീരം ഈ ചാഞ്ഞു നിൽക്കുന്ന ഒരാളെ താരാട്ടുന്ന തീരം പോലെ തോന്നിയിട്ടുണ്ട്. കാലം മൂളണം, അതാണല്ലോ നമുക്ക് ആവശ്യം. ഇത് കാലത്തിനപ്പുറം സഞ്ചരിക്കണം, കാലം മൂളണം, താരം കാതോർക്കണം, ഏത് ഉയരത്തിലുള്ളവനും ഇതിനു വേണ്ടി കാതോർക്കണം എന്നുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. അത്ര സിമ്പിൾ അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ഈ നായകന്റെ ദുരവസ്ഥയും അതുപോലെ തന്നെയാണ് ആ സിനിമയിലെ നായകനും അനുഭവിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഈ നഷ്ടപ്പെട്ട പ്രണയം, വിരഹം എന്ന് പറയുന്നത് അത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കൊണ്ട് കിടക്കും. അത് മനുഷ്യജന്മം ഉള്ളിടത്തോളം അത് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ഈ പൊന്നെ എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ പുറകുള്ള കാലമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കില്ലാത്ത വാക്കാണ്. പക്ഷെ അത് ഈ കാലഘട്ടത്തിലെ ഇൻസ്റ്റയിൽ ഹിറ്റാവുന്ന പാട്ടുകളിൽ ഒന്നായിട്ട് അത് മാറി. ഈ പൊന്നെ വിളി ആവർത്തിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ റീൽ വരെ ഓടി കയറിയായിരുന്നു. അപ്പൊ ആ വിളിക്കേണ്ട സ്പേസിൽ നമ്മൾ പഴയ വാക്കുകൾ ഉപയോഗിച്ചാലും, പഴയതെന്ന് പറയുന്നത് നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ, അതെ 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 അതെ, അപ്പം ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷെ നിങ്ങൾ ആ പൊന്നെ എന്ന് ഉപയോഗിച്ചപ്പോൾ ആരും തെറ്റ് പറഞ്ഞില്ല, എല്ലാവരും ഏറ്റു പാടുകയും ചെയ്തു. അത് അതിന്റെ ഒരു നോട്ട് എങ്ങനെയാണ്, മ്യൂസിക്കൽ. അപ്പൊ നമ്മൾ അതിനെ ഫോളോ ചെയ്യുമ്പോഴേ പലപ്പോഴും ഈ ഈണം ഇട്ട് എഴുതുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളാണ്. എനിക്ക് രണ്ടിനോടും പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈണം ഇപ്പൊ കറുത്ത മുന്തിരി തോപ്പിലെ വെളുത്ത സുന്ദരി പ്രാവേ, ഓർഡിനറിയിലെ പാട്ട് എഴുതിയിട്ട് അദ്ദേഹം ട്യൂൺ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് രണ്ടും വളരെ പെട്ടെന്ന് വഴങ്ങും ചെയ്യും. അപ്പൊ ഈ ഈണത്തിനനുസരിച്ച് എഴുതുമ്പോൾ ഈണത്തിൽ ഒളിപ്പിച്ച ചില സംഗതികളുണ്ട്, നമുക്കത് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടാൽ അതിന് ഭയങ്കരമായിട്ട് അത് ബ്ലൂം ചെയ്യും. അപ്പൊ പൊന്നെ എന്നുള്ള വാക്കിന് വേറെ ഏതെങ്കിലും നമ്മളത് വേറെ വാക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു മാറ്റ് നമുക്ക് മനസ്സിലാവുന്നത്.
അതുവരെ അത് മനസ്സിലാവില്ല. നിങ്ങൾ അതിന് വേറൊരു വാക്ക് പ്ലേസ് ചെയ്യും. പറ്റില്ല, അല്ല ഇനി പറ്റില്ല, നേരത്തെ പറ്റുമായിരിക്കും, പക്ഷെ ഇനി എന്ത് ചെയ്യാനാ. അപ്പൊ അതാണ് അതുകൊണ്ടാണ് അത് ബ്ലൂം ചെയ്യുന്നത്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാൾ. അതേപോലെ എന്തിനേയും മിഴി രണ്ടും, അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്, കരി കർക്കിട വാവിൻ എന്ന് ഉപയോഗിക്കുമ്പോൾ കരി കർക്കിട വാവിൻ മഴയും പുഴ തേടി നടന്നൊരു കടലും എന്നാണ്. കരി കർക്കിട വാവില് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കർക്കിടത്തിനെ നമ്മൾ പൊതുവിൽ തന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ സമീപിക്കുന്ന ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ ഒരു മനോഹരമായ ഒരു പാട്ടിൽ, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങിൽ കരി കർക്കിട വാവ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിനകത്ത് ഒരു ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. കാരണം അതിനകത്ത് മഴയാണ് പറയുന്നത്. അതെ, മഴ കർക്കിടവാവിലെ മഴയ്ക്ക് ഈ വിരഹത്തിന്റെ ഒരു നൊമ്പരമുണ്ട് ഇല്ലേ? ഒരു പ്രണയത്തിൽ ഈ നൊമ്പരമില്ലെങ്കിൽ പ്രണയമില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതൊരു പ്രണയത്തിനെയും മനോഹരമാക്കുന്നത് അതിലെ ചെറിയ വേദനകളാണ്. വേദനകളില്ലാത്ത പ്രണയത്തിന് പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് സങ്കല്പിക്കുമ്പോഴും ചെറിയൊരു മഴയിലെ ഒരു വേദന നിറഞ്ഞ കറുത്ത മഴയും, പുഴ തേടി നടക്കുന്ന, പുഴയ്ക്ക് കടലിനെയാണത് പുഴ തേടി നടക്കുന്നത്, അലയുന്നതാണ് പ്രണയം. അപ്പോൾ അവര് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പുള്ള പ്രണയമാണ്, പാട്ടാണത്. എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പാട്ടാണ്. കടലിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ കവിതയൊക്കെ എഴുതുന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇത് അവിടെ ആയതുകൊണ്ടാണ് ഇത്രയും ഇന്റലക്ച്വലി ഇങ്ങനെ. അല്ലല്ല, അത് രണ്ടാണ്. കാരണം അത് നമ്മളൊരു തൊഴിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ, ഞാനൊക്കെ ബോംബെ പോയ സമയം എന്ന് പറഞ്ഞാൽ 90s. അപ്പൊ അന്ന് ഞാൻ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പാട്ടും കവിതയൊക്കെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ചെറിയ കഥകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളുടെ മുന്നിലുള്ള കടമ്പകളെ കടക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇത് എത്തിപ്പെട്ടൊരു മേഖലയാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം. അതെന്താണ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെയാണ് ഞാനത് വായിച്ചു കണ്ടത്. അതൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളൊരു ചെറിയൊരു നിഷ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിലൊരു ചെറിയ മേഖലയാണ്. പോളിയെത്തിലിൻ എന്ന് പറയുന്ന ഒരു പൈപ്പിംഗ് സിസ്റ്റം ഉണ്ട്, HDP, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. അതായത് ഈ പെട്രോളിയം നമ്മൾ സംസ്കരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പിന്നെ ഹൈഡ്രോകാർബൺ മോളിക്യൂൾസിനെ ഇത് ക്രോഡീകരിച്ചെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഹൈഡ്രോകാർബൺസ്, പോളിയെത്തിലിൻ. എത്തിലിനെ പോളിമറൈസ് ചെയ്യുക. അപ്പോൾ ആ പോളിമറൈസ് ചെയ്ത് അതുകൊണ്ടുണ്ടാക്കുന്ന പൈപ്പാണ്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു വകഭേദമുള്ള പൈപ്പാണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ പൈപ്പിങ്ങിന് ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇത് ധാരാളമായി യൂസ് ചെയ്യുന്നത് ഈ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ, അതായത് ഈ കോസ്റ്റൽ ഇൻഡസ്ട്രീസിലുള്ള ഫാക്ടറീസുകൾക്കൊക്കെ ഈ മലിനജലം പുറത്തേക്ക് കടലിലേക്ക് തള്ളാനുള്ള പെർമിഷൻ ഈ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക അനുപാതത്തിൽ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഇക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടാതെ നമുക്കതിനെ വേസ്റ്റിനെ പുറന്തള്ളാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ, എഞ്ചിനീയറിംഗ് മുതൽ ഇൻസ്റ്റലേഷൻ, എക്സിക്യൂഷൻ വരെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതേ പൈപ്പ് ലൈൻ വേറെ അതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഈ കടൽ വെള്ളം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയ ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നമ്മുടെ ഭൂമിയിലെ വാട്ടർ ടേബിൾ ധാരാളമായിട്ട് ഫാക്ടറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട്. കാരണം നമ്മുടെ വാട്ടർ ടേബിൾ താഴും. അപ്പോൾ അത് സാധാരണക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ കിണർ 10 അടി കുഴിക്കേണ്ടത് 20 അടി കുഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഇവർ കടലിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിക്കാനാണ് നിയമം. അപ്പോൾ അങ്ങനെ ഇവർ കടലിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അത് ശുദ്ധീകരിച്ചതിന് ശേഷം ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാൾട്ട് വാട്ടർ തിരിച്ച് കടലിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ്റെ. അടിപൊളി. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും നിങ്ങൾക്ക് യോജിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് പ്രൊഡ്യൂസർ എന്ന് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു പോസ്റ്റ് അല്ല, സത്യത്തിൽ അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ളൊരു പ്രൊഡ്യൂസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമയുടെ ഉള്ള് അറിഞ്ഞിട്ട് ഇന്ന പടങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും സച്ചി സാറുമായിട്ടുള്ളൊരു ബന്ധം, അനാർക്കലി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഓർഡിനറി ഹിറ്റാണ്, പക്ഷെ അനാർക്കലി എന്ന് പറയുന്നത് അത്തരത്തിലും അല്ല ആ സിനിമ സ്വീകരിക്കപ്പെട്ടത്. ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് ഞാനൊക്കെ ആവർത്തിച്ച് രാത്രികളിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന പാട്ടുകൾ ഒന്നാണ്. സാഹിബയും അതേപോലെയാണ്. സാഹിബയെ കുറിച്ച് ഞാൻ സാറിനെ കൊണ്ട് സാഹിബ 2 പ്രാവശ്യം പാടിപ്പിച്ചിട്ടുണ്ട്, ഹരിഹരൻ സാറിനെ. അപ്പോൾ ആ ഒരു പടം പറയുമോ, ആ പടത്തിന്റെ ഈ പിന്നില്? അതിന് മെയിൻ കാരണം സച്ചി തന്നെയാണ്. സച്ചി ആക്ച്വലി ഓർഡിനറി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി, ഞാനും അധികം 1-2 പേർക്ക് ഇപ്പോൾ ജിത്തു അഷ്റഫായിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഓർഡിനറി കഴിഞ്ഞ ഉടനെ.
എനിക്ക് തോന്നുന്നു ഞാൻ ജിത്തുവിനെ ആദ്യം അഡ്വാൻസോ കൊടുത്തിരുന്നു. ആ പക്ഷെ ജിത്തു ഒരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ കഥ എനിക്ക് അത്ര അന്ന് ആസിഫ് അലി വെച്ചൊരു കഥ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും അത്രയധികം അന്ന് വർക്കൗട്ടായില്ല. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ബിജു മേനോനും സച്ചിയും സുരേഷ് കൃഷ്ണ പിന്നെ പി സുകുമാർ, അപ്പോൾ ഇവരെല്ലാം ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഇവിടെ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. ഞാനീ വരുന്നത് ഈ ഓർഡിനറിയുടെ കളക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് തിയേറ്റർ വിസിറ്റുകളും പലതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ കൂടെ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് 2 വർഷത്തോളം ഞങ്ങൾ താമസമൊക്കെ ഉണ്ടായി. അപ്പോൾ സച്ചിയായിട്ട് ഞാൻ കുറേ മാനസികമായിട്ട് അടുത്തു. ഒന്ന് ഈ സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാഹിത്യത്തിലുള്ള അഭിരുചി. സച്ചി കണ്ട ആളല്ല, സച്ചി ശരിക്കും എക്സ്പോഷർ വളരെ കൂടുതലാണ്. വളരെയധികം മെമ്മറൈസ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കവിതകൾ അറിയുന്നത്. എനിക്ക് തോന്നുന്നു രാമായണത്തിന്റെ പകുതിയോളം ചൊല്ലും. അത്രത്തോളം മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഈ സിനിമകളെ പറ്റി വളരെയധികം നല്ല നോളജ് ഉണ്ട്. പിന്നെ ഈ ഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ഒരു സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിടുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളോട്ടുള്ള ഈ ചങ്ങാത്തം വളരെയധികം എന്നിലെ ഒരു പഴയ നമ്മളിൽ പണ്ട് എന്തോ ഉറങ്ങിക്കിടക്കുന്ന സാധനത്തിനെ വളരെയധികം ഉണർത്താൻ സാധിച്ചു. പക്ഷെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതൊന്നും ഞങ്ങൾ രണ്ടുപേരെയും മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇത് സംസാരങ്ങളുടെ ഇടയിൽ ഈ കഥകൾ ഓരോന്ന് പറയും, ഓരോ കഥകൾ എന്നെ കേൾപ്പിക്കും. അപ്പോൾ അങ്ങനെ കേട്ട കഥകളാണ് ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസും അനാർക്കലിയും. അനാർക്കലിയുടെ പേര് ഒരു ഹിന്ദി പേരായിരുന്നു, പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കഥ വേറൊരു കഥയായിരുന്നു, മോഹൻലാൽ സാറിനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അതെ അതെ, ലാൽ സാറിനെ വെച്ച് ചെയ്യുന്ന സിനിമയായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്തിരുന്നത് ഷാജുൻ കാരിയലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി സച്ചി ആലോചിച്ചൊരു കഥയായിരുന്നു. അതങ്ങനെ എന്തോ കാര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി. അപ്പോൾ എനിക്കൊരു കഥ എഴുതി തരാമെന്ന് മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മതി, വേറെ 2-3 വേറെയും സ്റ്റോറീസ് പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മതി എന്ന് അവൻ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാരണം കൂട്ടുകാരനാണ്. അനാർക്കലി ലക്ഷദ്വീപിൽ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. രാമു കാര്യേട്ടൻ്റെ ദ്വീപ് എന്നുള്ളൊരു സിനിമയാണ് മിനിക്കോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ശരിക്കും ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. പിന്നെ നമ്മളത് പോയിട്ട് അതിന് മെനക്കെടാൻ അതിൻ്റെ പൈസ പോകും, അതിനോട് പേടി കാരണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തോ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ അനാർക്കലിയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ തമ്മിൽ യാത്രയുണ്ടായി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം രാത്രി, അപ്പോഴും ഡയറക്ടർ ആരാൻ തീരുമാനം ഉണ്ടായിട്ടില്ല, ഈ എഴുത്തിൻ്റെ യാത്രയായിരുന്നു. ഒരു ദിവസം രാത്രി എന്നോട് ചോദിച്ചു, ഞാനിതൊന്ന് ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്ക് അക്രോസ് ദ ടേബിൾ നടന്ന് അവൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സച്ചി വളരെയധികം കരഞ്ഞു വന്നു. കാരണം അവൻ ആദ്യം അനൗൺസ് ചെയ്ത ഒരു പടം പൂജ നടത്തിയ സമയം സിനിമ നടക്കാതെ പോയി. അതാണ് റോബിൻഹുഡ്. സച്ചി സേതുവില് അവർ ഡയറക്ടറാകാൻ വേണ്ടി ആലോചിച്ച പടമാണ്. അതിനുശേഷം ഇവൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ തന്നെ എന്തെങ്കിലും ആൾക്കാർ അവനെ കളിയാക്കുമോ, വേറൊരു സിനിമ ചെയ്തിട്ടുള്ള പരിചയം എനിക്കില്ല, അസോസിയേറ്റ് ഡയറക്ടറായിട്ടുമില്ല. പക്ഷെ ഇവൻ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ട് എനിക്കറിയാം. മാലിയങ്കര കോളേജിലും കൊടുങ്ങല്ലൂർ ഇവൻ ചെയ്തിട്ടുള്ള, കാരണം ഇവൻ്റെ ഈ യാത്രകളാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള സഹജീവനമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഇയാൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അയാളുടെ ഉള്ളിൽ സിനിമയോട് ഒരു ഭയങ്കര പാഷനുണ്ട്. അതിനുശേഷം എനിക്ക് ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുള്ളവർ, കാരണം ഓർഡിനറി ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്നു, അപ്പോഴും കളക്ഷൻ തുടരുമ്പോൾ ഈ സച്ചിയെ പോലൊരാളെ എന്തിനു നീ ഡയറക്ടറാക്കി എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പൃഥ്വിരാജ് ഒറ്റ മൊമെന്റിൽ ഇത് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവ് ഐ എം ഇൻ ടു ദിസ് പ്രൊജക്ട് എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് വഴുകി, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടാനൊക്കെ വഴുകി. അപ്പോൾ അതാണ് സച്ചിയായിട്ടുള്ള സ്റ്റോറി. പക്ഷെ ഇന്നിപ്പോൾ സച്ചിനെ മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? സച്ചി അത് പ്രൂവ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പടം കഴിയുമ്പോഴത്തേക്ക് 3ാമത്തെ പടം എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഭയങ്കര ചർച്ച ചെയ്യുന്ന അയ്യപ്പനും കോശിയും അസാധ്യമായിട്ടുള്ളൊരു പടമായിട്ട് മാറുകയും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇടയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ വീണ് പോവും എന്ന് കരുതിയപ്പോൾ അവിടുന്ന് വീണ്ടും എഴുതി കയറുന്ന ഒരു അഭ്യാസവും കണ്ടിട്ടുണ്ട്. അയാളെ ഭയങ്കര ഈ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അയാളെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു തച്ചിന്റെ പണിയാന്ന് പറയും. ഒരു തച്ചിന്റെയും ഇതിന്റെയും ആധാര എഴുത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒന്നാണ് തിരക്കഥ എന്ന് സച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്
ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ്, ഭയങ്കര എൻ്റെ ഗ്രാമറെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. തീർച്ചയായും ഭയങ്കര വലിയ നഷ്ടമാണ് നമുക്ക്. തീർച്ചയായിട്ടും. ഈ പാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഈ പാട്ടെഴുത്ത് എന്ന് പറയുന്നത് കവിതയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണോ? ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഷിബു ചക്രവർത്തിക്ക് എപ്പോഴും പറയുന്നുണ്ട് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയാറുണ്ട്. ഇത് മ്യൂസിക്കാലിറ്റിയെ അല്ലെങ്കിൽ മ്യൂസിക്കിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വരികൾ എഴുതുന്നതായിട്ട് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വന്നിട്ട് മ്യൂസിക് മാത്രമാണ് അതിനകത്ത് എൻഹാൻസ് ചെയ്ത് നിർത്തേണ്ടത്, വരികളെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നാൽ മതി എന്നാണ്. പക്ഷെ അപ്പോഴും നല്ല പാട്ടുകൾ വരുന്നുണ്ട്, സിനിമയ്ക്ക് യോജ്യമായിട്ടുള്ള ഒരുപാട് കാച്ചി ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട്. പാദരാഞ്ജലി പോലും നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ പ്രേതം വന്നിട്ട് പറയുന്നത് നമ്മൾ ഭയങ്കര സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ പഴയ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് രാജീവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ എങ്ങനെയാണ് ശരിക്കും നോക്കി കാണാൻ ശ്രമിക്കുന്നത്? ഓരോ കാലഘട്ടത്തിൻ്റെയാണ് അത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനെ, ഇപ്പോഴത്തെ ഒരു കഥാഗതിയെ അഡ്രസ്സ് ചെയ്യുന്ന പാട്ടുകൾ എന്തിനാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്? പാട്ടുകൾ എപ്പോഴും സിനിമയുടെ കഥയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയപരിധിയുടെ ആവശ്യങ്ങൾ പാട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പാട്ടിന് ചില സമയത്ത് അതിൻ്റെ ധർമ്മം മാറുന്നതാണ്. ഇപ്പോൾ വരുന്ന കഥകൾക്ക് അനുസരിച്ചുള്ള ധർമ്മം അത് നിർവഹിക്കുന്നുണ്ട്. സംഗീതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വരികളേക്കാൾ വലുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സംഗീതം നന്നായാലേ വരികൾ നന്നാവും. വരികൾ മാത്രം നന്നായതുകൊണ്ട് ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടില്ല. തിരിച്ചുമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയും. തിരിച്ചല്ല, ഒരിക്കലും അല്ല. ഞാൻ എഴുത്തുകാരനായാൽ പോലും ബേസിക്കലി മ്യൂസിക് എന്നുള്ള സാധനം വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടണം. എന്നാൽ മാത്രമേ വരികൾക്ക് ജീവൻ ഉണ്ടാവും. പിന്നെ വരികൾക്ക് ജീവൻ ഉണ്ടായാൽ അത് അതിനെ എൻഹാൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ബേസിക്കലി സംഗീതമാണ്. അപ്പൊ സംഗീതം ഇന്നത്തെ ഒരു ധർമ്മം, ഒരു പെർട്ടിക്കുലർ ആക്സെപ്റ്റിനെ അത് അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാട്ടുകൾ നല്ലതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ മ്യൂസിക്കാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സാഹിബയില് ഇപ്പൊ സാഹിബ എന്ന് 8 പ്രാവശ്യം ഒരു സ്ഥലത്ത് സാഹിബ എന്ന് പാടുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ചുമ്മാ ഇങ്ങനെ അനുകരിച്ച് നോക്കി. എനിക്ക് തോന്നുന്നത് അത് ഹരിഹരൻ സാറിന് തന്നെ അനുകരിക്കാൻ പറ്റില്ല. സാർ രണ്ടാമത് ചെയ്യുമ്പോ തന്നെ അത് മാറും. പക്ഷെ എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ട് ബാത്റൂമിൽ എവിടെയെങ്കിലും പാടില്ലേ? രാജീവ് പാടില്ല? ഇല്ല, ഞാൻ പാടാറുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല, അത് എങ്ങനെ ചിലരോടൊക്കെ പാടും. അത് പഴയ പാട്ടുകളൊക്കെ പിടിച്ച് പാടും. അല്ല, സ്വന്തം പാട്ട് ഈ പറയുന്ന പോലെ സാഹിബയൊക്കെ എപ്പോഴെങ്കിലും പാടാൻ നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഒരു കൗതുകം കൊണ്ട് ചോദിക്കാനുണ്ടോ? കൗതുകം കൂടുതലാണെന്ന് ആരും ട്രോളരുത്. ഇല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. ഇല്ല, അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പം ഞാൻ കേൾക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ചില സമയങ്ങളിൽ ഞാൻ എഴുതിയ പാട്ടുകൾ പലപ്പോഴും ഞാൻ 6 മാസത്തോളം കേൾക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അത് ചില ഓർമ്മകൾ കൊണ്ടുവരുന്നു, ചില ഓർമ്മകളെ നനയ്ക്കുന്നു, പൂവിടുന്നു, അങ്ങനെയുള്ളൂ. ചില പാട്ടുകളും കൂടെ ചോദിക്കേണ്ടത് രാജീവിനെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് എനിക്ക് വേണ്ടത്ര പ്രിപ്പറേഷൻ നടത്താൻ പറ്റിയിട്ടില്ല. ഈ വാനം ചായും അതിനകത്ത് മാറുമോ മായുമോ കാനൽ കാർമേഘം എന്നുണ്ട്. എനിക്ക് ശരിക്കും കാനൽ എന്നുള്ളത് ഞാൻ ഡിക്ഷണറി നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക, എന്തായിരുന്നു ശരിക്കും കാനൽ കാർമേഘം? കാനൽ എന്ന് പറഞ്ഞാൽ നമ്മള് നിഴല് പോലെ വരുന്ന കാർമേഘം. മേഘം ഒരു നിഴൽ മൂടുന്ന ഒരു സാധനമുണ്ടല്ലോ, അപ്പോൾ അതൊരു കാനൽ, നിഴൽ വീഴ്ത്തുന്ന മേഘം എന്നുള്ളൊരു. അതാണ് കാനൽ കാർമേഘം. മലയാളമൊക്കെ അറിയാം. അപ്പൊ അതല്ല, നമ്മള് ചില വാക്കുകള് തിരഞ്ഞെടുക്കുമ്പോ എപ്പോഴും അതിന് ഡയറക്റ്റ് മീനിങ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഗീതത്തിന് വേറൊരു വാക്കിനെ ഞാൻ അവിടെ സങ്കല്പിക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് ഒക്കെ വരും. അതേ മീനിങ് വരുന്ന, അതേ അർത്ഥം ട്രാൻസ്ഫർ ചെയ്യുന്ന വേറെ 2 വാക്കുകൾ വരാം. അതിൽ ഏറ്റവും സൗണ്ടിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഏതാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യും, അത് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ പുസ്തകം ഞാൻ നോക്കി, തിമിരകാന്തി എന്ന പേര് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷെ എനിക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല. തിമിരകാന്തി എന്ന് പറഞ്ഞാൽ? ഈ തിമിരം എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം നമ്മുടെ കണ്ണിൽ വരുന്ന തിമിരം. ഈ തിമിരം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യനുണ്ടാവുന്നത് പ്രകാശമാണ്. ഈ പ്രകാശത്തിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ തിമിരം ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒരു കാന്തിയായത്, നമ്മൾ അടയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മുടെ ഒരു കാഴ്ചയെ അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാഴ്ചയുടെ കാന്തിയാണ്. ഇപ്പൊ ബുദ്ധിജീവി ആയിരുന്നല്ലേ രാജീവ്? തിമിരകാന്തി, അത് ഞാൻ തന്നെ കോയിൻ ചെയ്തിട്ടുള്ളൊരു വാക്കാണ്. അത് അങ്ങനെ ഇല്ല. അത് അടിപൊളി. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. ഇത് മുൻപേ വന്നതാണോ ഈ പുസ്തകം? അത് എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. നക്ഷത്ര ഭാഷ രണ്ടാമത് വന്നത്? അല്ല, ലാസ്റ്റ് 4ാമത്തെ പുസ്തകം.
ഇത് 4ാമത്തെ പുസ്തകം. അതെ. ഇത് ഈ എഴുത്തൊക്കെ എപ്പോഴാണ് നടത്തുക? അപ്പോൾ ഞാൻ ആക്ച്വലി എഴുതാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താറില്ല. ഞാനിപ്പോൾ ഓരോ ദിവസം ചിലപ്പോൾ എല്ലാ ദിവസവും ഓരോ കവിത എഴുതിയെന്ന് വരും. കവിത എഴുതാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 5 ദിവസം കൂടുമ്പോൾ എഴുതും. ചില ദിവസം 2 കവിത എഴുതും. അതങ്ങനെ പൈൽഡപ്പ് ആകുമ്പോൾ ഒരു പുസ്തകമാവും. പക്ഷെ ഈ ഇവിടേക്ക് പാട്ടെഴുത്തിൽ അധികം സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത് അവിടെ ആയിപ്പോയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സിന് എന്നെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഞാനാണ് ഈ പാട്ടുകൾ എഴുതിയെന്ന് പോലും പലർക്കും ഒരു ധാരണയില്ല. ഈ കണ്ണിനുള്ളിൽ നീ കൺമണി അത് രാജീവാണ് എഴുതിയെന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അതെ അതെ. പക്ഷെ പാട്ട് ഹിറ്റാണ്. ഞാനല്ല എഴുതിയതെന്ന് പോലും രീതിയിൽ അത് പിന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റേഡിയോയിൽ FM-ലൊക്കെ. അടിപൊളി. അപ്പൊ എതിർക്കാനൊന്നും പോകില്ല? ഇല്ല, പോയിട്ടില്ല. രസമാണല്ലേ ഒളിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്? അല്ല, ഒളിഞ്ഞിരിക്കുന്നതല്ല, നമ്മളത് കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ടില്ല, ബോധപൂർവം അതിനെ മറികടക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം യേശുദാസ് പാടി എൻ്റെ ഒരു പാട്ടുണ്ട്, സൂര്യശലഭം. ദാസാറിന്റെ ശബ്ദം ഏറ്റവും മനോഹരമായിട്ട് ആൾമോസ്റ്റ് അവസാനം കേട്ട പാട്ട് അതാണ്. ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹം രാത്രി 12 മണിക്കാണ്. 12 മണിക്ക് വന്ന് ഒരു 1 മണിയോടുകൂടിയ പാട്ട് പാടി കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മുട്ട് വിറച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എഴുതിയെടുക്കുമല്ലോ. അപ്പോൾ ഏകനായി കേഴുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്യൂൺ പ്രകാരം ഏകനായി എന്ന് വരുന്നു. അത് അങ്ങനെയാണ്, ട്യൂൺ അത്രേ ഉള്ളൂ. എന്നിട്ട് ദാസേട്ടനാണ് അതിനെ ഏകനായി എന്നുള്ള നായുടെ ദീർഘം കൂട്ടിയത്. അല്ലെങ്കിൽ ഏകനായിനാവും. അത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത്രത്തോളം ഒരു സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന, മ്യൂസിക്കലി കറക്റ്റാണ്, വരികൾ കൊണ്ടും കറക്റ്റാണ്, പക്ഷെ അത് പാടുമ്പോൾ പ്രസന്റേഷനിൽ അദ്ദേഹം അത്രയും ശ്രദ്ധിച്ചിരുന്നു. അതെ, അതിലെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ദാസാറിന്റെ ശബ്ദം അതിനകത്ത് വേറൊരു ക്വാളിറ്റിയാണ്. ചില പാട്ടുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെ എന്ത് രസമായിട്ടാ എന്ന് തോന്നില്ലേ, ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് തോന്നില്ല. അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോഴാണ്. ഞാൻ രാജീവ് വരുന്നതിന് മുമ്പ് ഈ പാട്ട് കേട്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും അത് നോട്ടീസ് ചെയ്യായിരുന്നു. അതായത് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ പാട്ട് കേൾക്കാനുള്ള ശേഷി കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പൊ എനിക്കും ചിലതൊക്കെ കഴിയും എനിക്ക് മനസ്സിലായി ആ പാട്ട് കേട്ടപ്പോ. സൂര്യശലഭം എൻ്റെ മനസ്സിന് എന്നോട് ഞാൻ എഴുതിയതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തണുത്ത മൺചുരങ്ങളില്ലേ, ഈ തണുത്ത മൺചുരങ്ങൾ അത് ഒറ്റ വരിയായിട്ടാണ് ആ സാധനം കിടക്കുന്നത്. ഈ തണുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരൽമിഴിയെ എന്നുള്ള ഒറ്റ സാധനമാണ് അത്. പക്ഷെ രസമാണ്. ഇത്തരത്തിലുള്ള ടൂൺ കിട്ടുമ്പോൾ നമുക്ക് സാധാരണഗതിയിലല്ല ഇത്. ഈ വരികൾക്കകത്തൊരു മ്യൂസിക് ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് അങ്ങനെയല്ല ഉണ്ടായത്. ഇത് ആക്ച്വലി ഞങ്ങൾ ഇതൊരു ഹൗസ് ബോട്ടിൽ വെച്ചാണ് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഒരു മാപ്പിള പാട്ടിൻ്റെ ഒരു ചായവുള്ള ഒരു പാട്ട്, ഒരു ഡ്യുവറ്റ് സോങ് എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഉണ്ടാക്കി വന്നു, അത് ഞാൻ എഴുതാനും തുടങ്ങി. പിന്നെ എന്തോ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടിയും ഒരു മോഡേൺ ഒരു ജനറേഷന്, കുറച്ചും കൂടി കൂടുതൽ ജനറേഷനിൽ നിൽക്കാവുന്ന ഒരു പാട്ട് വേണം. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായപ്പോൾ വിദ്യാജി ഇത് ചേഞ്ച് ചെയ്ത് എനിക്ക് മദ്രാസിൽ നിന്ന് അയച്ചു തന്ന ട്യൂണാണ് ഈ തണുത്ത മൺചുരങ്ങൾ. ഇത് ഞങ്ങളോട് പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ട്യൂൺ തരാം, പക്ഷേ ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനെ പുള്ളി പറഞ്ഞു തമിഴിൽ എഴുതാം, ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, എഴുതുന്ന സൂപ്പറായിട്ട്. ദാറ്റ് ഇസ് വാട്ട് ഹിസ് വെരി കാൻഡിഡ്ലി ആണ് പറഞ്ഞത്. എഴുതി കഴിഞ്ഞാൽ അത് ഹിറ്റായിരിക്കും, പക്ഷെ എഴുതാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ എപ്പിടി എനിക്ക് தெரியாது, തമിഴിൽ നോ പ്രോബ്ലം. അപ്പോൾ ഞാനതൊരു ഓക്കെ സർ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എഴുതുന്നില്ല, ഇതിൻ്റെ ഫോർമേഷൻ ആയതിനു ശേഷം എനിക്ക് 2 ദിവസം സമയം എന്താ, ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ 2-3 ദിവസം സമയം എടുത്തിട്ടാണ് ഈ പാട്ട് എഴുതിയത്. ബാക്കി എല്ലാ പാട്ടും പെട്ടെന്ന് നമ്മൾ അക്രോസ് ദ ടേബിൾ കഴിഞ്ഞിരുന്നു. ഈ പ്രൊഡ്യൂസറെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഓർഡിനറിയിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞില്ല. അപ്പം അവിടെയാണല്ലോ ഒരു പ്രൊഡ്യൂസർ ജനിക്കുന്നത്. അതെ അതെ അതെ. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചെറിയൊരു കളിയല്ല. അല്ല, ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഓർഡിനറി ചെയ്തത്. ആക്ച്വലി ഓർഡിനറിയുടെ ഡയറക്ടർ സുഗീത് ഞാനുമായിട്ടുള്ള പഴയ സൗഹൃദം ഉണ്ടായിരുന്നു. ആ സുഹൃബന്ധത്തിൽ ഞാൻ രഘുകുമാറുമായിട്ടൊരു മ്യൂസിക് ആൽബം ചെയ്തിരുന്നു, വരുമോ വസന്തം. രഘുവേട്ടന്റെ അവസാനത്തെ ലാസ്റ്റ് സോങ്ങും ഞാൻ തന്നെയാണ് എഴുതിയത്. ഭക്തിഗാനങ്ങളൊക്കെ കുറെ എഴുതി. ശിവകാമിനി എന്ന് പറഞ്ഞിട്ട് സോങ് ആണ് അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് ചെയ്തത്. അപ്പൊ അതിന് മുന്നേ വരുമോ വസന്തം എന്നുള്ളൊരു ആൽബം ചെയ്ത് ഈ പാട്ടുകൾ കേൾപ്പിക്കാനൊക്കെ ആയിട്ട് ഞാൻ
സുഗീതിനെ കണ്ടിരുന്നു. സുഗീത് എൻ്റെ കേരളം എന്നൊരു ആൽബം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാനാണ് അതിൻ്റെ പാട്ട് എഴുതിയ വരികൾ എഴുതി ഞാനാണ്. കാരണം അത് വേറൊരു പട്ടാമ്പിയിലെ ഏതൊരു സംസ്കൃത മാഷ എഴുതിയ വരികൾ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എൻ്റെ സുഹൃത്തായിരുന്നു. ഞാനും അദ്ദേഹം ഒരു ട്രെയിനിൽ മദ്രാസിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഈ വരികൾ എന്നെ കാണിക്കുന്നു രാത്രി. പിറ്റേ ദിവസം രാവിലെ KS ചിത്രയുടെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ വരികൾ കേട്ടപ്പോൾ ഇയാളോട് ട്യൂൺ വെറുതെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഈ പിന്നെ കമ്പാർട്ട്മെന്റ് ബാത്റൂമിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇവന് ഈ വെറുതെ ഈ ട്യൂൺ പാടി ഞാൻ അവിടെ നിന്ന് തന്നെ ഇതിന് വരികൾ എഴുതി. അപ്പോൾ വരികൾ എഴുതി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു രാജീവ് ഒന്ന് എഴുത്താണ് വെറുതെ. അപ്പം ഞാൻ വെറുതെ എഴുതി കൊടുത്തു, വെറുതെ ഇറ്റ്സ് നത്തിങ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി പോയപ്പോൾ എനിക്കൊരു 12 മണിക്ക് കോൾ വന്നു. ഉടനെ പിന്നെ ആൻ്റണിയുടെ സ്റ്റുഡിയോയിൽ വരണം മദ്രാസിൽ. ഞാൻ പറഞ്ഞു എന്തിനാ, വേഗം പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ചിത്ര ചേച്ചി ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. അവർ എൻ്റെ പാട്ടാണ്, ഞാൻ എഴുതിയ വരികളാണ് പാടാൻ തീരുമാനിച്ചത്. ആ തീരുമാനം സുഗീതിൻ്റെ. കാരണം ഇതിൻ്റെ രണ്ടിനെയും സൗണ്ടിങ്ങിൽ എൻ്റെ വാക്കുകളുടെ സൗണ്ടിങ് അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അന്ന് 5 ലക്ഷം 6 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച ഒരു ആൽബമാണ് എൻ്റെ കേരളം. അതൊരുപാട് കൈരളി TV വേണ്ടിയിട്ടും ഒക്കെ വന്നിരുന്നു ആ ഒരു പാട്ട് സുഗീതിൻ്റെ. അങ്ങനെയാണ് ചിത്ര ചേച്ചിക്കാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പാട്ട് ഞാനത് അങ്ങനെ വന്നതാണ്. അങ്ങനെ സുഗീതുമായിട്ടുള്ള പരിചയം ഉണ്ടായി. ആ ബന്ധം മുന്നോട്ട് പോയി. കുറെ നല്ല സൗഹൃദ വലയങ്ങളുണ്ടായി സുഗീതിന് ചുറ്റും. അങ്ങനെ ഈ കഥ 1-2 സ്റ്റോറി ബ്ലെൻഡ് ചെയ്താണ് ഈ ഓർഡിനറി ഉണ്ടാവുന്നത്. അപ്പൊ എൻ്റെ ഉദ്ദേശം, അപ്പൊ രാജീവേട്ടനെ കൊണ്ട് ഞാൻ പാട്ട് എഴുതിക്കുള്ളൂ എന്ന് അവൻ പറഞ്ഞിരുന്നു ഞാൻ സിനിമ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിനെ സുഗീതിനെയും കൊണ്ട് ഞാൻ സുധീഷ് എന്ന് പറഞ്ഞ വേറെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മീശമാധവൻ്റെ ഒക്കെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ കൊണ്ടേ കാണിച്ചു. ഈ കഥ പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടമായി, നമുക്കിത് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ പ്രൊഡ്യൂസറായി. ഞാൻ പറഞ്ഞു ആരാ? ഞാനും നീയും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, എൻ്റെ അതിനുള്ള അങ്ങനെ ഒരു പിടിയില്ലാത്തൊരു ഫീൽഡാണ്. എനിക്ക് പാട്ട് തന്നാൽ മതി, ഒരു പാട്ട് മതി, വേറൊന്നും വേണ്ട, ഒരു സോങ് എനിക്ക് എഴുതാൻ താ, എനിക്കൊരു ആഗ്രഹമാണ്. അല്ല നീ മുഴുവൻ പാട്ട് എഴുതിക്കോ, നീ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ പ്രൊഡ്യൂസറാക്കി, എന്നെ കൊണ്ട് ഇവന് അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ ആ പടം മുന്നോട്ട് പോയി. കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. പൂജയുടെ തലേദിവസം വെച്ച് സുധീഷിന് എന്തോ ഒരു അസൗകര്യം വന്നിട്ട് സുധീഷ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് അയാളുടെ വിഷമം നമ്മളോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പൂജയാണ്. അപ്പോൾ എനിക്ക് അറിയാത്തൊരു മേഖലയിൽ ഞാൻ സുധീഷിന്റെ ബലം കൊണ്ട് ഞാനാണ് സിനിമയിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ ആകെ അന്താളിച്ച് നിൽക്കുന്ന സുഗീതും കൂട്ടുകാരും, നമ്മൾ സുഹൃത്തുക്കളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. എനിക്കറിയില്ല. അപ്പൊ അന്ന് നമ്മൾ മരിച്ചുപോയി. ഷഫീർ സേട്ട് എന്ന് പറഞ്ഞൊരു കൺട്രോളർ ഉണ്ടാകും, പുള്ളിയാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത്. ചേട്ടൻ വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ഫ്ലെക്സ് ഒക്കെ മാറ്റി, പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് മാറ്റി മാജിക് മൂൺ പ്രൊഡക്ഷൻസ് മാത്രമാക്കി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക്, രാത്രി ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ മുഴുവൻ പൂജ നടത്തിയിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ പ്രൊഡ്യൂസറായി. പക്ഷെ ആ സിനിമ ഉടനീളം പ്രതിസന്ധികളായിരുന്നു. കുട്ടിക്കാനത്തെ മഴ, പ്ലാൻ ചെയ്ത ബഡ്ജറ്റിന്റെ നേരെ ഡബിൾ, എല്ലാവരും പുതുമുഖങ്ങൾ. വിദ്യാസാഗർ മാത്രമാണ് ഒരു നോൺ പേഴ്സൺ. പിന്നെ ബിജു മേനോൻ, ആസിഫ് അലി, ചാക്കോച്ചൻ, അവര് ഞാൻ സ്റ്റാർ കേസില്ല പറയുന്നത്, ടെക്നിക്കൽ സൈഡിലെ എല്ലാവരും പുതിയ ആൾക്കാർ, പുതിയ റൈറ്റർ, പുതിയ ക്യാമറമാൻ, പുതിയ ലിറിക്സ് റൈറ്റർ, പുതിയ പ്രൊഡ്യൂസർ, പുതിയ നായിക. ഇറ്റ്സ് ജിത്തു അഷ്റഫ് അന്ന് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്തിരുന്നു. അങ്ങനെ പടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മളൊന്നും ചിന്തിച്ചു പോലും ഇല്ല, അങ്ങനത്തെ ഒരു വിജയത്തിലേക്ക് പോയി. അതൊരു നിയോഗം, അത്രേ ഉള്ളൂ. അതിൽ എന്തിനീ രണ്ടും ശ്രേയാഘോഷലും കാർത്തികവുമാണ് പാടിക്കുന്നത്. ശ്രേയാഘോഷാലിനെ പോലെ ഒരാൾ നമ്മുടെ പാട്ട് പാടുമ്പോൾ, കാർത്തികിനെ പോലെ ഒരു സിംഗർ അവിടെ നിന്ന് വന്ന് പാടുകയും ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു ഗുമ്മില്ലേ, അത് ഭയങ്കര, ആദ്യം നിങ്ങൾ ചെയ്ത വർക്കുകൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതെ അതെ. ശ്രേയ ഘോഷൽ അന്ന് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ നല്ല രീതിയിൽ പാടി തുടങ്ങിയ സമയമാണ്. പിന്നെ വിദ്യാസാഗറുമായിട്ടുള്ള ബന്ധം, പിന്നെ അവരുടെ ഡിക്ഷൻ പഠിക്കുന്നതും ആ ഡിക്ഷനോട് താതാത്മ്യം പ്രാപിക്കുന്നതൊക്കെ വളരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. വളരെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗായികയാണ്. അപ്പോൾ ബോംബെയിൽ വെച്ചായിരുന്നു എൻ്റെ റെക്കോർഡിങ്, കാർത്തികിന്റെ റെക്കോർഡിങ് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അതിൽ രസമുണ്ട്. അത് ആക്ച്വലി എന്തിനീ മിടി രണ്ടും ഉദിത് നാരായണൻ പാടിയിട്ടുണ്ട്. ഉദിത് നാരായണൻ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തത്, ഐ മീൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്തോ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ, നിങ്ങൾക്കറിയാലോ ഞാൻ ഈ പറയുന്നതിന്റെ ഉദിത് നാരായണൻ ഈ എന്തിനീ മിടി രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. പലപ്പോഴും ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർ ചിരിക്കുമ്പോൾ
ചിരിക്കാൻ തുടങ്ങി. ഇതിന്റെ ഈ മറ്റേ ഇത് പ്ലേലോഡ് ചെയ്യുമ്പോഴേ ഈ ഡിക്ഷന്റെ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവസാനം കാർത്തികിനെ കൊണ്ട് മാറ്റി പാടിച്ച. പക്ഷെ അസാധ്യമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായി മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. മേക്കപ്പ് മാനിലും അതേപോലെ സാറിന്റെ ഒരു പാട്ട് ഇതേ സിമിലർ ജോണറിൽ വരുന്ന ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിദ്യാസാഗർ ഈ തണുത്ത മൺചുരങ്ങളും അതിന്റെ വേറൊരു വെർഷനാണ്. അത് പക്ഷെ അതും രസമാണ്. എനിക്ക് തോന്നുന്നു അനാർക്കലിയിൽ ഇപ്പോ ഞാൻ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഈ തണുത്ത മൺചുരങ്ങളാണ്. അത് കുറച്ച് പിന്നെ ആ ഒരുത്തി അവിടെ ഒരുത്തി എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, അതിനകത്തുണ്ട്. ഈ ഓർഡിനറിക്കകത്ത് ഈ വിദ്യാരൺ മാസ്റ്റർ കാഞ്ഞു പോയന്റെ ഈ കാഞ്ഞിര മനസ്സിൻ ഈ അതൊരു പ്രയോഗമാണ്. നിങ്ങളുടെ മറ്റേ ചോദിച്ചതുപോലെയാണ് ഈ കാഞ്ഞിര മനസ്സിൻ തേനിറ്റ മാതളപ്പൂക്കളായി എന്നുള്ളതാണ് സാധനം. അത് കവിത പോലെയാണ്. വിദ്യാരൺ മാസ്റ്ററുടെ ശബ്ദം നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നീട് ഉപയോഗിക്കാതെ വിട്ടതാണോ? അത് അല്ല, അത് ആക്ച്വലി പിന്നെ ഉപയോഗിക്കാൻ വിട്ടതല്ല. അതിനകത്തൊരു സീനുണ്ട്. ഇവര് പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരുന്നിട്ട് ഇവരെല്ലാം കൂടി ഇരിക്കുന്ന ജിഷ്ണുവും ഇരിക്കുന്ന സമയത്ത് രാത്രി ഇവർ വെള്ളമടിച്ച് പാടുന്ന ഒരു പാട്ടാണ്. ഒരു ചെറിയ രീതിയിലുണ്ട്. അത് അങ്ങനെ ഒരു അതിനൊരു ഭയങ്കര ഒരു ഇത് കൊടുക്കാതെ, പ്രോമിനൻസ് കൊടുക്കാതെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതില് ഈ അങ്ങനെ ഒരു കാഞ്ഞിര മനസ്സിൻ എന്നുള്ള ഒരു സാധ്യത, കാഞ്ഞിരം നമ്മള് കൈപ്പൊള്ളം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തേൻ വീണപ്പോ മധുരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. പക്ഷെ കാഞ്ഞിരം കുറച്ച് കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു മനസ്സിന് ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്ന മനസ്സിന്റെ വേറൊരു പര്യായമല്ലേ. നമുക്കൊരു മനസ്സിന് താഴ്മയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. മനസ്സിന്റെ ഇതിനെയാണ് നമ്മൾ വിഷാദം എന്ന് പറയുന്നത്. ഇപ്പൊ വിഷാദം എന്നുള്ളത് കാഞ്ഞീര മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരു മാതളപ്പൂവിന്റെ തേൻ പോലെ നീ വന്നു എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഓദർ തന്നെ അർത്ഥം പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്. ആനന്ദ് ശ്രീമാലയിലെ മന്ദാരമലരെ എന്ന് പറയുന്ന പാട്ട്, അത് രാജീവ് എഴുതിയതാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. രാജീവ് ഇവിടെ വന്നതിന് ശേഷം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായെന്നുള്ളതാണ്. അതെ, ഞാൻ കുറെ കാലത്തിന് ശേഷം എഴുതിയ പാട്ടാണ്. അത് ഉണ്ടായതും വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം. കാരണം ഈ രഞ്ജിൻ രാജ്, ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരോട് ഞാൻ ക്രൗൺ പ്ലാസയിൽ ഹോട്ടലിൽ താമസിക്കായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഭയങ്കര ബോറടിച്ചപ്പോൾ കുറച്ച് പാട്ട് കേൾക്കാം. രഞ്ജിൻ എപ്പോഴും പറയാറുണ്ട് വരുമ്പോൾ വിളിക്കണം. ഞാൻ രഞ്ജിനെ വിളിച്ചു. അപ്പോൾ രഞ്ജിൻ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ രഞ്ജിൻ വന്നു ഒരു ഉച്ച സമയം ഒക്കെ ആയപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ സംസാരം തുടങ്ങിയപ്പോൾ രഞ്ജിൻ വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ട്യൂൺ പറയാം, ചേട്ടന് 2 വരി എഴുതാൻ പറ്റുമോ, പല്ലവി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു സ്പിരിറ്റ് പോലെ ഒരു സ്പിരിറ്റ് ഇതെടുത്തിട്ട് ഞാൻ എഴുതി പുറത്തു പോയി. ഞാൻ എഴുതി കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമാവാൻ മാത്രമല്ല, ഞാനിത് എടുക്കാൻ പോവാണ്. എന്നിട്ട് അപ്പം തന്നെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും ഹരിശ്രീ അശോകൻ്റെ മകനെയും ഒക്കെ വിളിച്ചു സംസാരിച്ചു. ആക്ച്വലി അതിൽ വെറും ഒരു പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ പാട്ടിൻ്റെ പ്രോഗ്രഷനും അതിൻ്റെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പിന്നെ ഒരു ഫുൾ സ്ട്രോങ് ആയിട്ട് മാറിയതാണ്. എൻ്റെ ബിജി രഞ്ജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രഞ്ജനോട് ഹോണ്ടിങ് ആ സിനിമയ്ക്ക് യോജിക്കുന്ന ഒരു സംഗതി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രഞ്ജൻ. നല്ല വർക്കായിരുന്നു. തിയേറ്ററിൽ കാണാനും നല്ല സുഖമുള്ളൊരു പരിപാടിയായിരുന്നു. ഈ ആനവണ്ടിയെ കുറിച്ച് പാട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമുള്ള കാര്യം. ഓർഡിനറിയിൽ അങ്ങനെ ആനവണ്ടി മാറിക്കോ എന്ന് പറയുന്ന പാട്ടില്ലേ, അത് കോമിക് ഒരു സ്റ്റൈലിൽ വരുന്ന കുട്ടികളുടെ ഒരു പിള്ളേരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അത് എഴുതിയ. ആനവണ്ടിയും പിന്നെ ആ നാട്ടുകാരുടെ നിഷ്കളങ്കതയും ആ വണ്ടികളിൽ എന്താ ബസ്സിൽ വാഴയും ആടും പറഞ്ഞ കൃഷിക്കാരും കച്ചവടക്കാരും എല്ലാം ചേർന്ന് പോകുന്ന, അപ്പം ഈ ആ ഒരു ഗ്രാമത്തിനെ പട്ടണമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഞരമ്പ് പോലെയാണ് ബസ്സിൻ്റെ യാത്രകൾ. അപ്പോൾ അതിലുണ്ടാവുന്ന വെച്ചാൽ ഒരു സമൂഹം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒരു സമൂഹം തിരിച്ചു വരുന്നു. അപ്പം അതിൻ്റെ എല്ലാ ഫ്രാക്ഷൻസും അതിനുണ്ട്. ഈ ചേട്ടായിസിലും ലോഹത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോഴാണ് ഓർക്കുന്നത് തന്നെയല്ലേ, ഇത് പാട്ട് എഴുതിയിട്ട് അങ്ങ് പോകും. അല്ല സത്യം, ഞാൻ അങ്ങനത്തെ ഒരു മെമ്മറി എനിക്കില്ല. ഇത് ഒരു സാധനം കഴിഞ്ഞാൽ ഞാൻ അതിനെ മറക്കും. പിന്നെ ഞാൻ അതിനെ പറ്റി എപ്പോഴെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യും, കേൾക്കും എന്നല്ലാണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ രണ്ടാമതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പുതിയത് എന്ത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എനിക്ക്. ഈ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ഈ കാളിയൻ സത്യത്തിൽ എങ്ങനെയായിരിക്കും, എന്ത് തരം പ്രതീക്ഷയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്? കാളിയൻ ഞങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഓവർ എക്സ്പെക്ടേഷൻ അതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്.
ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ നടന്നതുമായിട്ടൊരു സംഭവമാണ്. അത് എന്തുകൊണ്ട് ഹിസ്റ്ററിയിൽ വന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ് ഈ സിനിമ. അതിനുള്ള ഉത്തരമാണ് ഈ സിനിമ. അപ്പോൾ ഇതൊരു പീരിയോഡിക് ഡ്രാമയാണ്, അതിൻ്റെ കൂടെ തന്നെ അത് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഈ തെക്കൻ കളരിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് പ്രതിപാദിച്ചു പോകുന്ന സിനിമയാണ്. തെക്കൻ കളരിയുടെ പിന്നെ ആയോധന കലയുടെ എല്ലാവിധ എക്സുബറൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വടക്കൻ കളരി മോർ ഓഫ് ഒരു നൃത്ത സ്വഭാവമുള്ള ഒരു ചുവടുകളാണ്. ഇത് കുറേ തെക്കൻ കളരി എന്ന് പറഞ്ഞാൽ വളരെ ചടുലമാണ്. അപ്പോൾ തെക്കൻ കളരിയിലൂടെ യുദ്ധം നയിച്ച ഒരാളുടെ അതിൻ്റെ ബലത്തിലൂടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരാളുടെ കഥ. ഈ കഥ ആലോചിക്കുന്ന സമയത്തുള്ള സിനിമയല്ല ഇപ്പോൾ നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. സിനിമ കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പരിഷ്കാരം 14 പ്രാവശ്യത്തോളം ഞങ്ങളത് സ്ക്രിപ്റ്റ് റീറിട്ടണാണ്. കാരണം ഓരോ വർഷവും അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ആ സിനിമ വരുള്ളൂ, തുടങ്ങുക. അപ്പോഴേ തുടങ്ങുള്ളൂ. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ ആരും ഇപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഇതുവരെ അതിന്റെ ഒരു സ്പിരിറ്റ് ഡൈ ഡൗൺ ആയിട്ടില്ല. ആരിലും ആ സിനിമ മരിച്ചിട്ടില്ല. ഇപ്പോഴും അതേ ഞങ്ങൾ എങ്ങനെ ഇത് തുടങ്ങിയോ, എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇത് എങ്ങനെ തുടക്കം കുറിച്ചോ അതേ സ്പിരിറ്റിലാണ്, അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ തേർഡ് ഫാക്ടേഴ്സിനെ കെടുത്താൻ ശ്രമിച്ചിട്ട് ഞങ്ങളുടെ മനസ്സിൻ്റെ തീ കെട്ടിട്ടില്ല. അപ്പൊ അത് പ്രജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ. ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വരും. കാരണം ഇപ്പോൾ ആ സിനിമ ആലോചിച്ചതിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകൾ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു വിപണി ഇനിയിപ്പോ എമ്പുരാനും കൂടെ കഴിയുമ്പോഴത്തേക്ക് വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്യാൻവാസിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഇതിന്റെ ഭാരമൊക്കെ വഹിക്കേണ്ടി വരുന്നത്. പ്രൊഡ്യൂസർ മാറിയിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായും മാറിയിട്ടുണ്ട്. അതിപ്പോ ആ സിനിമയ്ക്ക് എങ്ങനെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും ആ സിനിമ കൺസീവ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. അത് ഉറപ്പാണ്. അടുത്ത എഴുത്ത് വർക്കുകൾ ഇപ്പോൾ 2 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി അത് 2 ഡയറക്ടേഴ്സിനോട് സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. പിന്നെ ഈ കാളിയൻ്റെ തീരുമാനങ്ങൾ മിക്കവാറും ഒരു 10-15 ദിവസങ്ങളിൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അടുത്ത പുസ്തകത്തിൻ്റെയും കൂടിയും ചില വർക്കുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഈ മനുഷ്യനെ. അതുപോട്ടെ, എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഈ പഴയകാല പാട്ടുകളൊക്കെ ഭയങ്കര കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ശരിക്കും പാട്ടുകൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പല രീതിയിലാണ്. പക്ഷെ എങ്കിലും മനസ്സിനകത്ത് ഇപ്പം ഞാനൊരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പറയാം? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അതൊരു ഭയങ്കര ഒരു ചോദ്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അങ്ങനെ ഒരു പെട്ടെന്നൊരു പാട്ട് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ മനസ്സിലാലോചിക്കുന്ന ഒരു സജഷൻ അങ്ങോട്ട് തരാം. ഞാൻ ഒന്നും പറയുന്നില്ല, അതായിരിക്കും നിങ്ങൾ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിരുന്നു. എന്താ, ഏതെങ്കിലും ഒരു പാട്ട് പറയൂ, നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അഴകേ എന്നുള്ള പാട്ട്. അഴകേ അഴകേ ആ പാട്ട് കൈതപ്രസാദ്. അപ്പൊ പെട്ടെന്ന് ചോദിക്കുന്ന പാട്ടുകളാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കൽപ്പാന്ത കാലത്തോളം പറയുമെന്ന്. ഇല്ല, അങ്ങനെ അത് ആ പാട്ട് ഇഷ്ടമാണ് കൽപ്പാന്ത കാലത്തോളം. പക്ഷെ ഇത് അഴകേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മളെ ചില പാട്ടുകൾ തൊടുന്ന സിനിമ പാട്ടുകളിൽ ഒരുപാടുണ്ടെന്നേ. അതാണ് പെട്ടെന്ന് ഒരു പാട്ട് എടുത്തു പറയാൻ പറ്റാത്തത്. ഒരു പാട്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് പാട്ട് കേൾക്കണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമെന്നല്ലാണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്ന ബ്രാക്കറ്റ് വരുമ്പോ അത് ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ സ്വയം തന്നെ പുറത്തു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ തേടി പിടിക്കേണ്ടി വന്നില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഇത്. ഞാൻ മനസ്സുകൊണ്ട് തേടിയിരുന്നു കേട്ടോ രാജീവിനെ, കിട്ടിയില്ല. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വിട്ടുപോയ ഒരാളാണ് ഞാൻ. അന്ന് വിദ്യാസാഗർ സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും രാജീവിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നതും പിന്നെയുള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത്. അപ്പൊ വളരെ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതായത് ഈ ചോദിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന അതൊരു ഭയങ്കര ജെന്യൂനിറ്റി ഫീൽ ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും രാജീവിനെ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു. രാജീവിനെ ഇടകീറി ഞാൻ ചോദിച്ചേനെ, ഓരോ വരികൾ എടുത്തിട്ട് ഞാൻ ചോദിച്ചേനെ. കാരണം അത് റെഫർ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ബോംബെയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്
ഇന്ന് തന്നെ വരാൻ പറഞ്ഞത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് രാജീവിനെ കാണാൻ പറ്റി. താങ്ക് യു. തീർച്ചയായും എനിക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.